അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 20 ശനിയാഴ്ച. കോൺഗ്രസിന്റെ രാജകുമാരൻ വയനാട്ടിൽ തോൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേഠിയിൽ നിന്ന് ഭയപ്പെട്ട് ഓടിയതുപോലെ രാഹുൽ വയനാട്ടിൽ നിന്നും ഓടിയൊളിക്കും. താൻ പോലും ഉപയോഗിക്കാത്ത ഭാഷയിലാണ് പിണറായി വിജയൻ രാഹുലിനെ വിമർശിക്കുന്നത്. പരസ്പരം പോരടിക്കുന്ന ഇന്ത്യ മുന്നണി നേതാക്കളെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഭയപ്പെട്ടവർ രാജ്യസഭയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയെയും മോദി പരിഹസിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് പ്രതീക്ഷിക്കുന്ന നരേന്ദ്രമോദി നയിക്കുന്ന NDAക്ക് കേവല ഭൂരിപക്ഷത്തിന് ഏറെ വിയർക്കേണ്ടി വരുമെന്ന് ലോക് പോൾ സർവേ നൽകുന്ന സൂചന. 2019 തൂത്തുവാരിയ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും NDAക്ക് സീറ്റുകൾ കുറയുമെന്നാണ് പ്രവചനം. ബീഹാറിലും മഹാരാഷ്ട്രയിലും ഇന്ത്യ മുന്നണി ഒപ്പത്തിനൊപ്പമെത്തുമെന്നും പ്രവചിക്കുന്നു. പശ്ചിമബംഗാളിലും സീറ്റുകൾ കുറയുമെന്ന് പ്രവചിക്കുന്ന സർവേ ദക്ഷിണേന്ത്യയിൽ വലിയ തിരിച്ചടിയാണ് NDAക്ക് പ്രവചിക്കുന്നത്. തമിഴ്നാടും കേരളവും ഇന്ത്യ മുന്നണി തൂത്തുവാരുമെന്നും കർണാടകയിലും തെലങ്കാനയിലും ഇന്ത്യ മുന്നണി കൂടുതൽ സീറ്റുകൾ നേടി മേൽക്കൈ നേടുമെന്നും സർവേ പ്രവചിക്കുന്നു. 2014-ലും 19-ലും തകർന്നു തരിപ്പിടമായ കോൺഗ്രസിന്റെ വലിയൊരു തിരിച്ചുവരവാണ് സർവേ പ്രവചിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് അഴിമതിയുടെ സ്കൂളാണ് നടത്തുന്നതെന്ന് കോൺഗ്രസ് നേതാവും വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി. കറപ്ഷൻ സയൻസ് വിഷയത്തിൽ ഡൊണേഷൻ ബിസിനസ് ഉൾപ്പെടെ എല്ലാ ചാപ്റ്ററുകളും അദ്ദേഹം വിശദമായി പഠിപ്പിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. കൂടാതെ എങ്ങനെയാണ് റെയ്ഡ് വഴി സംഭാവനകൾ ശേഖരിക്കുന്നത്, എങ്ങനെയാണ് സംഭാവനകൾ ശേഖരിച്ചതിനു ശേഷം കരാറുകൾ വിതരണം ചെയ്യുന്നത്, എങ്ങനെയാണ് അഴിമതിക്കാരുടെ കറകളെ കഴുകിക്കളയുന്ന വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് എന്നെല്ലാം പഠിപ്പിക്കുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഗുജറാത്തിലുള്ള നരേന്ദ്രമോദി എന്തിനാണ് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ പോയി മത്സരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിനെപ്പറ്റി പറയാൻ മോദിക്ക് എന്ത് അവകാശമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസിന്റെ യുവരാജാവ് വടക്കേ ഇന്ത്യയിൽ നിന്നും ഓടി തെക്കേ ഇന്ത്യയിലെ വയനാട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് സതീശന്റെ പ്രതികരണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് LDF കൺവീനർ EP ജയരാജൻ. രാഹുലിന് പക്വതയില്ലെങ്കിൽ കോൺഗ്രസിലെ അറിവുള്ള അനുഭവസ്ഥരായ നേതാക്കൾ ഉപദേശിച്ചു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കരണ്ടിയിൽ പാല് കുടിച്ചു വളർന്ന ആളോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കിയ പാൽപ്പൊടി കുടിച്ചു വളർന്നയാളോ അല്ല പിണറായി. RSS തലയ്ക്ക് വിലയിട്ട നേതാവാണ് പിണറായി എന്നും EP പറഞ്ഞു. BJPയെയും RSSനെയും തൃപ്തിപ്പെടുത്തി വയനാട്ടിൽ സുഖമായി ജയിച്ചു കയറാനാണ് രാഹുലിന്റെ ഇത്തരം പ്രസ്താവനകൾ. നാഷണൽ ഹെറാൾഡ് കേസിൽ എന്താണ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാത്തത്? രാഹുൽ ഇക്കാര്യം സ്വയം ചോദിക്കണം. രാഹുലിന്റെ പ്രസ്താവന അപഹാസ്യമാണെന്നും EP ജയരാജൻ പറഞ്ഞു. കണ്ണൂരിൽ രേഖപ്പെടുത്തിയ വീട്ടിലെ വോട്ടിൽ കള്ളവോട്ട് നടന്നെന്ന പരാതിയുമായി LDF. കണ്ണൂർ 70-ാം ബൂത്തിലെ വോട്ടിംഗിൽ കമ്മീഷന് പരാതി നൽകി. K കമലാക്ഷി എന്ന വോട്ടർക്ക് പകരം V കമലാക്ഷിയാണ് വോട്ട് ചെയ്തതെന്നാണ് ആക്ഷേപം. കോൺഗ്രസ് അനുഭാവിയായ ബൂത്ത് ലെവൽ ഓഫീസർ കള്ളവോട്ടിന് കൂട്ടുനിന്നെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ED ചോദ്യം ചെയ്യും. EDക്കെതിരെ ശശിധരൻ കർത്തയും 3 ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷമേ പരിഗണിക്കുകയുള്ളൂ. കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെച്ചത്. CMRL വിവിധ വ്യക്തികളും കമ്പനികളുമായി 135 കോടി രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. സുഗന്ധഗിരി മരംമുറിയിൽ സൗത്ത് വയനാട് DFOക്കെതിരെ സ്വീകരിച്ച നടപടിയിൽ ദുരൂഹത. DFO A സജ്ജനയ്ക്ക് നൽകിയ വിശദീകരണം തേടിയുള്ള കത്ത് മണിക്കൂറുകൾക്കകം റദ്ദാക്കി സസ്പെൻഡ് ചെയ്തെന്നും ചട്ടങ്ങൾ പാലിക്കാതെയുള്ള സസ്പെൻഷന് പിന്നിൽ ബാഹ്യ ഇടപെടലുമുണ്ടെന്നാണ് വനം വകുപ്പിനുള്ളിലെ വിമർശനം. വിശദീകരണം നൽകാനുള്ള സാവകാശം പോലും നൽകാത്തതിന് പിന്നിൽ ദുരൂഹത ഉണ്ടെന്നാണ് വിമർശനം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അടുത്ത വെള്ളിയാഴ്ച ജുമുഅ നമസ്കാര സമയം ക്രമീകരിക്കാൻ നടപടിയുമായി ഇ കെ വിഭാഗം സമസ്ത. ജുമുഅ നമസ്കാരം നടക്കുന്ന വെള്ളിയാഴ്ചയിൽ നിന്നും വോട്ടെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇ കെ വിഭാഗം സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ചിരുന്നു. വോട്ടെടുപ്പ് ദിവസം മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാതെ വന്നതോടെയാണ് ജുമുഅ നമസ്കാരത്തിന് പുതിയ ക്രമീകരണം ഏർപ്പെടുത്താൻ ഇ കെ വിഭാഗം സമസ്ത മുൻകൈയെടുത്തിരിക്കുന്നത്. നിലവിൽ ഭൂരിഭാഗം പള്ളികളിലും ഏതാണ്ട് ഒരേ സമയത്താണ് നമസ്കാരം ഉൾപ്പെടെ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം അടുത്തടുത്തുള്ള പള്ളികളിൽ ഇത് വ്യത്യസ്ത സമയമാക്കണമെന്നാണ് നിർദ്ദേശം. വോട്ടർമാർക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ജുമുഅ നമസ്കാരത്തിന് വേണ്ട സൗകര്യമൊരുക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മഹല്ലുകൾക്ക് പാണക്കാട് ഖാസി ഫൗണ്ടേഷനും നിർദ്ദേശം നൽകി. ചരിത്രത്തിലാദ്യമായി പുലർച്ചെ നടക്കേണ്ട തൃശൂർ പൂരം വെടിക്കെട്ട് രാവിലെ 7:15 പകൽ വെളിച്ചത്തിൽ നടത്തേണ്ടി വന്നത് പൂരത്തിന്റെ മൊത്തം സൗന്ദര്യത്തെയാണ് ചോർത്തിക്കളഞ്ഞതെന്ന് ആരോപണം. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗക്കാരുടെ പുലർച്ചെ 3 നടക്കേണ്ട വെടിക്കെട്ട് മണിക്കൂറുകൾ വൈകിയാണ് പൂർത്തിയായത്. തൃശൂർ പോലീസ് കമ്മീഷണറും ദേശക്കാരും തമ്മിലുള്ള തർക്കം മൂലം വെടിക്കെട്ട് വൈകുകയായിരുന്നു. തിരുവമ്പാടി ഭഗവതിയുടെ രാത്രിയിലെ എഴുന്നള്ളിപ്പ് പൂർത്തിയാകും മുമ്പേ ആളുകളെ പൂരപ്പറമ്പിൽ നിന്ന് മാറ്റി. വെടിക്കെട്ട് കമ്മിറ്റിക്കാരിൽ കൂടുതൽ പേരെ മൈതാനത്ത് നിർത്താൻ കമ്മീഷണർ അങ്കിത് അശോക് അനുവദിച്ചില്ല. ഇതേ ചൊല്ലി ദേശക്കാരും കമ്മീഷണറും തമ്മിൽ തർക്കമാവുകയും ഒരാനപ്പുറത്ത് എഴുന്നള്ളിപ്പ് നടത്തി തിരുവമ്പാടി ചടങ്ങ് പൂർത്തിയാക്കുകയാണുണ്ടായത്. ഇതിനിടെ നായ്ക്കനാലിൽ പോലീസ് ലാത്തി വീശിയതിനെ തുടർന്ന് പോലീസിനെതിരെ ഗോബാക്ക് വിളികളുമായി ദേശക്കാരും രംഗത്തെത്തി. പിന്നീട് മന്ത്രി കെ രാജനുമായി നടത്തിയ ചർച്ചയിൽ വെടിക്കെട്ട് നടത്താൻ ദേവസ്വം അധികൃതർ തയ്യാറാവുകയായിരുന്നു. തൃശൂർ പൂരത്തിൽ പോലീസിനെ ഇടപെടുവിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വോട്ട് മറിച്ചു നൽകാനുള്ള നീക്കമാണ് നടന്നതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അനാവശ്യ നിയന്ത്രണങ്ങൾ തൃശൂർ പൂരത്തിന്റെ ശോഭ കെടുത്തിയെന്നും ഇതാദ്യമായി പൂരം നടത്തുന്നത് പോലെയായി എന്നും തൃശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. 1 മണിക്കൂറിൽ തീർക്കേണ്ട കാര്യം എന്തിനെത്ര നീട്ടിവെച്ചു? പോലീസ് ലാത്തി വീശിയെങ്കിലും ജനങ്ങൾ ആത്മസംയമനം പാലിച്ചു. കൂടാതെ കേന്ദ്ര നിയമങ്ങളും വെടിക്കെട്ടിനെ ബുദ്ധിമുട്ടിച്ചു. പകലന്തിയോളം വെള്ളം കോരിയിട്ട് കുടമടച്ചതുപോലെയായെന്നും ഇത് ദൗർഭാഗ്യകരമായെന്നും അദ്ദേഹം പറഞ്ഞു. തോന്നുന്ന ദിക്കിൽ ബാരിക്കേഡ് കെട്ടുക, ആളുകളെ കയറ്റാതിരിക്കുക, ഇതാണ് പൂരത്തിന് സംഭവിച്ചതെന്നും കെ മുരളീധരൻ ആരോപിച്ചു. ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശനായി വ്യവസായി ബിജു രമേശ് വോട്ടർമാർക്ക് പണം നൽകിയെന്ന് ആരോപണം. അരുവിക്കര വടക്കേമല കോളനിയിൽ ബിജു രമേശിനെ CPM പ്രവർത്തകർ തടഞ്ഞുവെച്ചു. പണവുമായി എത്തിയ ബിജു രമേശ് CPM പ്രവർത്തകരെ കണ്ടപ്പോൾ മറ്റൊരു സംഘത്തിന്റെ കയ്യിൽ പണം കൊടുത്തയച്ചെന്നാണ് ആരോപണം. ഇത് തടഞ്ഞ CPM പ്രവർത്തകരെ മർദ്ദിച്ചെന്നും ആരോപണമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിങ് സ്ക്വാഡിനെ വിളിച്ചു വരുത്തി. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ പണം കണ്ടെത്താനായില്ല. ബിജു രമേശിനെ അരുവിക്കര സ്റ്റേഷനിൽ എത്തിച്ച ശേഷം വിട്ടയച്ചു. മോട്ടോർ വാഹന നിയമലംഘനത്തിന് AI ക്യാമറ വഴി പിഴയ്ക്ക് നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തി. സർക്കാർ പണം നൽകാത്തതിനാൽ തപാൽ നോട്ടീസിന് പകരം ചെല്ലാൻ മാത്രമാണ് ഇപ്പോൾ അയക്കുന്നത്. ഇതുവരെ 339 കോടിയുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിൽ 62.5 കോടി മാത്രമാണ് ഖജനാവിലേക്ക് എത്തിയത്. ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസ് ഒന്നിന് 20 രൂപ വേണമെന്നാവശ്യപ്പെട്ട് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകി. എന്നാൽ സർക്കാർ ഇതേവരെ മറുപടി നൽകിയിട്ടില്ലെന്നാണ് വിവരം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് നിരത്തിലിറങ്ങിയേക്കും. ബജറ്റ് ടൂറിസത്തിന് പകരം കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ ബസ് സർവീസ് നടത്തുമെന്നാണ് സൂചന. ഇതിനായി കോൺട്രാക്ട് കാരേജിൽ നിന്ന് സ്റ്റേജ് കാരേജ് പെർമിറ്റ് എടുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. നവകേരള യാത്രയ്ക്ക് ശേഷം ബസ് അറ്റകുറ്റപ്പണിക്കായി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇനി രണ്ടുപേരും അധികം ചിന്തിച്ച് കണക്കൂട്ടി മൂടാളേണ്ട. സ്വർണം KSF-ലുണ്ടാക്കി അല്ല പിന്നെ സ്വർണ്ണവിലക്കിലിങ്ങണല്ലോ. KSF മാക്സ് ഗോൾഡ് ലോൺ ഇപ്പോൾ സ്വർണ്ണവിലയുടെ 90% വായ്പയായി ലഭിക്കുന്നു. മാക്സിമം കയ്യിൽ കിട്ടുമ്പോൾ മറ്റെവിടെ പോകാൻ? കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വഴിതടയുന്ന ഇടതുപക്ഷത്തിന്റെ നടപടി നിന്ദ്യമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശത്രു രാജ്യങ്ങൾ പോലും നയതന്ത്ര പ്രതിനിധികൾക്ക് സുരക്ഷ നൽകുമെന്നും ഭരണഘടനാ പദവിയിലിരിക്കുന്നവരെ ബഹുമാനിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ബാധ്യതയാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. അവഹേളനത്തെക്കുറിച്ച് ഗവർണർ ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ലെന്നും മോദി പറഞ്ഞു. ത്രിപുരയിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന് ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടു. വെസ്റ്റ് ത്രിപുര ലോക്സഭാ മണ്ഡലത്തിലെയും രാംനഗർ നിയമസഭാ മണ്ഡലത്തിലെയും വോട്ടെടുപ്പിനെക്കുറിച്ചാണ് പരാതി ഉയർന്നത്. ജനവിധി അട്ടിമറിച്ചെന്ന് ആരോപിച്ച് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. 2 മണ്ഡലങ്ങളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ടു.
തുടർന്ന് രാംനഗർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. CCTV ദൃശ്യം പരിശോധിച്ചപ്പോൾ പുറമേ നിന്നുള്ളവർക്ക് ബൂത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത്. അധികാരത്തിലെത്തിയാൽ ഇലക്ട്രൽ ബോണ്ട് തിരികെ കൊണ്ടുവരുമെന്ന് നിർമ്മല സീതാരാമൻ. കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാറ്റങ്ങളോടെ ബോണ്ട് തിരികെ കൊണ്ടുവരും. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത അനുയായിയും AICC സെക്രട്ടറിയും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ ചുമതലക്കാരനുമായിരുന്ന തജിന്ദർ സിംഗ് ബിട്ടു കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. ആർക്കെതിരെയും ഒന്നും പറയാനില്ല എന്ന് പ്രതികരിച്ച ബിട്ടു പഞ്ചാബിന്റെ നല്ലതിനു വേണ്ടിയാണ് BJPയിൽ ചേർന്നതെന്നും പ്രതികരിച്ചു. കുട്ടികളെ അശ്ലീല ദൃശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കുറ്റകൃത്യവും ഗൗരവതരമായ കാര്യവുമാണെന്ന് സുപ്രീം കോടതി. ഇത്തരമൊരു ദൃശ്യം ഇൻബോക്സിൽ ലഭിക്കുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയോ നശിപ്പിക്കുകയോ വേണം. അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള നടപടികൾ നേരിടേണ്ടി വരും. കുട്ടികൾ ഉൾപ്പെട്ട അശ്ലീല ദൃശ്യങ്ങൾ ലഭിക്കുന്ന ഒരാൾ അവ ഡിലീറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ തയ്യാറാവുന്നില്ലെങ്കിൽ അത് IT നിയമങ്ങളുടെ ലംഘനമായി മാറുമെന്നും കോടതി പറഞ്ഞു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.